ശ്രീ എൻ ശ്രീകുമാർ അടക്കമുള്ളവർ ഓന്തിനെ നാണിപ്പിക്കുന്ന വിധം നിറം മാറുന്നത് നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ 10-15 ദിവസമായി കേരള രാഷ്ട്രീയത്തിലെ പലരും നിറം മാറുന്നതും നിലപാട് മാറ്റുന്നതുമെല്ലാം നമ്മൾ നിരവധി കാണുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷം തുടർച്ചയായി എന്തൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് വിഴുങ്ങി തിരുത്തി പറയുന്നതും അന്നെടുത്ത നിലപാടിന് പരസ്പര വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതുമെല്ലാം നമ്മൾ കാണുന്നു. ഒരു സമുദായ സംഘടനയുടെയും തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞവർ നേരത്തെ തന്നെ പല സമുദായ നേതാക്കന്മാരും പറഞ്ഞു, ഈ തിണ്ണയിൽ വന്നിരുന്ന് ഇത്ര നേരം നിരങ്ങിയിട്ടാണ് പോയത് എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു നിലപാട് സ്വീകരിക്കുക, ആ നിലപാടിലൂടെ ഒരു പക്ഷത്തിന്റെ വോട്ട് ആർജിക്കുക, എന്നാൽ മറുപക്ഷവുമായി ആ നിലപാടെടുത്തു എന്നിരുന്നാൽ പോലും എല്ലാ തരത്തിലുള്ള അന്തർധാര സജീവമാക്കുക. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ക്ഷീര ആശംസകൾ പറയുന്ന ഒരു മന്ത്രിയെ നമ്മൾ കാണുകയാണ്. പണ്ട് KV തോമസിനോട് കേരള ഹൗസിൽ വെച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ, കേന്ദ്രമന്ത്രിയായിട്ട് ചർച്ച ചെയ്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പുട്ടും കടലയും കഴിച്ചു എന്ന് പറഞ്ഞതിന് എത്ര ദിവസമാണ് ഇവിടെ വലിയ ലൈവ് വാർത്തയായി നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധികൾ ചർച്ച ചെയ്തത്. ഇപ്പോൾ ഞാൻ കണ്ടത് ഇന്ന സമുദായ നേതാവിനെയാണ്, മന്ത്രി എന്ന നിലയിലാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ എത്ര ബഹുമാനത്തോടെ ആ വിഷയം തീരും. ഇതിപ്പോ സമുദായ നേതാക്കന്മാരെയും അപമാനിക്കുകയാണ്. കണ്ടോ, എന്തിനാണ് കണ്ടത്, അല്ലെങ്കിൽ എന്നെ ആവശ്യം എന്ന് പറയുന്നതിന് പകരം ക്ഷീരദിനാശംസകൾ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് പോകുന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇവരെല്ലാം തെരഞ്ഞെടുപ്പ് സമയത്ത് ചില പ്രതീതികൾ ഉണ്ടാക്കുന്നു. ആ പ്രതീതി ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതീതിയായിട്ട് മാറ്റുകയാണ്. ആ നിലപാടിനെതിരെ അവസരവാദ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ മാത്രമാണ് ഞങ്ങൾ അതാത് സമയത്ത് സ്വീകരിച്ചത് എന്ന് കാണുകയാണ്.